ഇത് പ്രധാനപ്പെട്ട വായനാകാലം എന്ന് പറഞ്ഞാൽ 1960കളിൽ മലയാള ചെറുകഥയുടെ വസന്തകാലമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രബലമായ സാഹിത്യശാഖ ചെറുകഥയായിരുന്നു. അപ്പം അന്ന് ഈ ചെറുകഥയെ പുറത്തു കൊണ്ടുവന്നിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് മാധവിക്കുട്ടി എന്ന് പറഞ്ഞ് ഒരു എഴുത്തുകാരിയുടെ കഥ ആദ്യമായിട്ട് വരുന്നു. അപ്പം അതിനെ അല്പം ഇത്തിരി സ്കെപ്റ്റിസിസത്തോടെയാണ് ആൾക്കാർ കണ്ടത്. കാരണം പത്രാധിപരുടെ മകളും കൂടിയായിരുന്നു മാധവിക്കുട്ടി. പിന്നീട് മാധവിക്കുട്ടി എന്തായെന്ന് നമുക്കറിയാം. അതിനുശേഷം ഓരോരുത്തരായി, അതിനുശേഷം MP നാരായണപിള്ള, പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഉണ്ണി എന്നൊരു കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സക്കറിയുടെ കഥ, TRൻ്റെ മൃഗം, എവിടെ നിന്നോ VK-ൻ്റെ ദില്ലി കഥകൾ, മുകുന്ദൻ, OV വിജയൻ, ഇങ്ങനെ ഒരു ഇതിന് സമാന്തരമായിട്ട് പട്ടത്തിലുള്ള മലയാള ചെറുകഥ പൂത്തുലഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വായന നടക്കുന്നത്. അതുകൊണ്ട് എന്ത് മാധ്യമമാണ് എഴുതുകയാണെങ്കിൽ, അഥവാ എഴുതുകയാണെങ്കിൽ എന്ത് മാധ്യമമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിൽ വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന അല്പം ഭയം മാത്രമാണ്. കാരണം ഉജ്ജ്വലരായ പ്രഗത്ഭരായ പല എഴുത്തുകാർ മലയാളത്തിൽ വ്യവഹരിക്കുമ്പോൾ തന്നെ അവർക്കൊപ്പം നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരോട് ചേർത്ത് വച്ചുകൊണ്ട് തൻ്റെ സൃഷ്ടികൾ എങ്ങനെ വായിക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക മറ്റൊരു ഭാഗത്തുണ്ട്. ഇതതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു ഭാഗം. അതേപോലെ തന്നെ നമുക്കറിയാമായിരുന്നു 1970 രാഷ്ട്രീയപരമായിട്ട് പ്രക്ഷുബ്ധമായിരുന്നു. ഒരു വലിയ രാഷ്ട്രം അമേരിക്ക ഒരു ചെറിയ രാഷ്ട്രത്തെ വിയറ്റ്നാം തകർക്കാൻ ശ്രമിക്കുകയും വിയറ്റ്നാമിലെ ധീരജനത അതിനെ ചെറുത്തു നിൽക്കുന്ന ഒരു ഭാഗത്ത് ലോകത്തിൻ്റെ തന്നെ തത്വശാസ്ത്രത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കാഫ്ക, കമു, സാർത്ര് തുടങ്ങിയവർ അസ്തിത്വവാദം കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ പടർന്നു പിടിച്ചിരുന്നൊരു കാലം. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ ഭൗതികമായിട്ടും സാഹിത്യപരമായിട്ടും വളരെ പ്രക്ഷുബ്ധപരമായിട്ടുള്ള ഒരു കാലത്തായിരുന്നു ഞാൻ കഥ എഴുതി തുടങ്ങുന്നത്. എൻ്റെ ഉത്തമ സുഹൃത്ത് TR ഇത് മലയാളത്തിൽ വളരെ കുറച്ച് ചെറുകഥ എഴുതി വലിയ പേര്, അനശ്വരനായ TRും ഞാൻ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ എഴുതുകയില്ല, നമ്മൾ കൂക്കു വിളിക്കുകയുള്ളൂ. ആരുടെയും കഥ വരികയാണെങ്കിൽ അത് മോശമാണെന്ന് പറയുകയോ, എല്ലാത്തിനോടും കാരണം നമ്മൾ അത്രയധികം വായനയുടെ പാരമ്യം കണ്ടവരാണ് എന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. അപ്പോൾ അതിനിടെയാണ് TR ഞങ്ങളുടെ ഈ കരാർ ലംഘിച്ചുകൊണ്ട്, കഥ എഴുതുകയില്ല എന്ന കരാർ ലംഘിച്ചുകൊണ്ട് TRൻ്റെ മൃഗം എന്നൊരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു വഞ്ചന നടന്ന സ്ഥിതിക്ക് എനിക്കും കഥ എഴുതാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. പിന്നെ മറ്റൊരു കാര്യം മാതൃഭൂമിയുടെ സ്ഥാനമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ എഴുത്തുകാരനാണെങ്കിൽ, ഒരു വലിയ ചെറുകഥാകൃത്താണെങ്കിൽ ന്യൂയോർക്കർ മാസികയിൽ പ്രസിദ്ധീകരിക്കണം എന്നാണ് വെപ്പ്. അപ്പോൾ ഈ ന്യൂയോർക്കർ മാസികയുടെ ശക്തി എന്താണെന്ന് വെച്ചാൽ 1950കളിൽ ബോർഹസ് സ്പാനിഷ് ഭാഷയിൽ എഴുതിയ ഒരു കഥ ന്യൂയോർക്കിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ വളരെ വലുതായി കിടക്കുന്ന തെക്കൻ അമേരിക്കൻ സാഹിത്യ ലോകത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. ആ ഒരു ചെറുകഥയുടെ അനുരണനത്തിലാണ് ഒരുപക്ഷെ മാർക്കസിനും മറ്റും പിന്നീട് വായിക്കപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു മലയാളത്തിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുക.
അപ്പോൾ മാതൃഭൂമിയിൽ നമ്മൾ നേരിട്ട് കഥ അയച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗേറ്റ് കീപ്പിങ്ങും വലിയ കവാടത്തിൽ ദ്വാരപാലകന്മാരെല്ലാം വളരെ ഭീകരന്മാരായിരുന്നു എന്നും, അപ്പം അത് കാരണം കഥ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സുവർണാവസരം ലഭിക്കുന്നത് ഈ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സാഹിത്യ മത്സരം. അതിലൊരു എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഹോസ്റ്റൽ മുറികളിൽ താമസിച്ച് എല്ലാവരും കഥ എഴുതി അയക്കുകയുണ്ടായി. കാരണം എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ മാതൃഭൂമിയിൽ കഥ അച്ചടിച്ചു വരിക. അപ്പോൾ നമ്മളും രഹസ്യമായിട്ടൊരു കഥ അയച്ചു. തീർച്ചയായും അതിന് 1ാം സമ്മാനം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സന്തോഷ് കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ളതും വളരെ ലൈവ്ലിയുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലെ ആ കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാണ് അന്നത്തെ കഥകളെല്ലാം. അപ്പോൾ അതിൽ നിങ്ങൾ ചികഞ്ഞു നോക്കുകയാണ്, ഈ അത്യന്താധുനികവാദം എന്നുള്ളൊരു കാര്യം അന്നത്തെ കാലത്ത് വളരെയധികം മുന്നിട്ട് നിന്നിരുന്നു. അതിൽ ആദ്യത്തെ സംഭവം ഇതായിരുന്നു, അവഗണിക്കുക എന്നുള്ളതാണ്. നിരൂപകനെ അവഗണിക്കുക, വായനക്കാരനെ അവഗണിക്കുക, രചനയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ഞാനൊക്കെ അന്ന് മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. ഞങ്ങളുടെ ഏറ്റവും വലിയ തമാശ ഒരു വിവരമില്ലാത്ത സാഹിത്യ നിരൂപകനെ എം കൃഷ്ണൻ നായർ എന്ന് വിളിക്കുക എന്നായിരുന്നു. അത്രയധികം നിരൂപകനെയും വായനക്കാരനെയും അവഗണിച്ചുകൊണ്ട് സ്വന്തം രചനയിൽ മുങ്ങി കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം നൽകാത്ത ഒരു കാലമായിരുന്നു ഈ അത്യന്താധുനികത. അന്നൊക്കെ എഴുതിയ പല കഥകളും എല്ലാ പ്രഗത്ഭരായ കഥാകൃത്തുക്കളും MT വരെ, ഈവൻ തകഴി വരെ അത്യന്താധുനികയുടെ കുതിച്ചുകയറ്റത്തിൽ അതിനെക്കുറിച്ച് ആ രീതിയിൽ ആ ശൈലിയിൽ കഥ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു തത്വശാസ്ത്രം ഒന്നൊരു നിരാശമായിരുന്നു. ഈ ലോകത്തിൽ നടക്കുന്ന വലിയ അനീതി, വിയറ്റ്നാം യുദ്ധം തുടങ്ങിയ, അതുപോലെ തന്നെ അമേരിക്കയിൽ നടന്നിരുന്ന കറുത്ത വർഗ്ഗക്കാരുടെ സ്വാതന്ത്ര്യ സമരം, ഇതിനോടെല്ലാമുള്ള ഈ അനീതികൾക്കുള്ള പ്രതിഷേധം, ഇതെല്ലാം ഒരുപക്ഷെ അന്നത്തെ എഴുത്തുകാരൻ എഴുത്തിലൂടെ തീർത്തത് ഈ അത്യന്താധുനിക സൃഷ്ടികളോടാണ്. ഇതാണ് എനിക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ.